Hello guys, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 500 ഗ്രാം ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, ചില്ലിയുടെ പീസുകൾ. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് ബിസ്മിയുടെ നമുക്ക് ചിക്കൻ കടയിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും ഈ ഒരു മസാല, അതൊരു 3 ടീസ്പൂൺ ബിസ്മിയുടെ ചില്ലി ചിക്കൻ മസാല, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്തിട്ടുണ്ട്, അത് വിട്ടുപോയതാണ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 2 പിഞ്ച് ഫുഡ് കളർ, റെഡ് ഫുഡ് കളർ നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് വീഡിയോയിലേക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. പിന്നെ നമ്മളൊരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്തിട്ടുണ്ട്, ഒരു തവി തൈര് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട, നമുക്കിതിങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ടോ, അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ നമ്മളിത് അതുപോലെ നല്ല ക്ലിയർ ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ഒരു കോഴിമുട്ട ഒഴിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് എല്ലാം ശരിയായതിന് ശേഷം നമ്മളിത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും. എത്ര സമയമാണോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത്രയും നല്ലതാണ്. 1-2 മണിക്കൂറോ അതിൽ കൂടുതലോ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനായിട്ട് നമ്മൾ കടായിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ചെറിയ പീസ് ആയത് കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുമല്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയിൽ വെച്ചത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇത് എടുക്കാറാവുന്ന സമയത്ത് നമ്മളൊരു 2-3 പച്ചമുളക് നടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്തിട്ട് നമുക്കത് വറുത്ത് കോരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഫ്രൈ. നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.